അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് പെരുന്നാളിൻ്റെ തലേന്ന് ദിവസവും അതുപോലെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസവുമുള്ള കുറച്ച് പാചകങ്ങൾ മാത്രമാണ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. ലോങ് വീഡിയോ ഒന്നും നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കാപ്പി നമുക്ക് ദോശയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വറുത്തരച്ച് വെച്ചിട്ടുള്ളൊരു നാടൻ ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. തേങ്ങ വറുത്തതിലേക്ക് മുളകും മല്ലിയും കൂടെ ഒക്കെ ഇട്ട് അതും കൂടി ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, കുറച്ച് വെള്ളത്തിൽ നമ്മളൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കത്തില്ലേ, സവോളയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ചിക്കൻ്റെ വെള്ളം ഊറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഈ വറുത്തരച്ച് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വറുത്തരച്ച് ചിക്കൻ കറി ഒന്ന് ചെയ്ത് നോക്കിക്കോ കേട്ടോ. അത് കഴിഞ്ഞെന്താ, ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ ഇഞ്ചി കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിൽ നിന്ന് കുറച്ചെടുത്ത് അരിഞ്ഞ് അതൊന്ന് വറുത്ത് ഇഞ്ചിക്കറിയൊക്കെ അവിടെ റെഡിയാക്കി മാറ്റി വെച്ചു. ഇത് പിറ്റേന്ന്, അതായത് പെരുന്നാൾ ദിവസത്തെ വ്ളോഗാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളന്ന് രാവിലെ തന്നെ ബീഫ് കറിയും അതുപോലെ ചിക്കൻ കറിയും എല്ലാം ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഉച്ചക്കലത്തേക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിരുന്നു പ്ലാന്. പിന്നെ വിചാരിച്ചു വേണ്ട, ബിരിയാണി അങ്ങ് ആക്കിയതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് വാപ്പുമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വാപ്പുമ്മ കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കാപ്പിയൊക്കെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഞാൻ മസാലയൊക്കെ കൂട്ടി മിക്സ്ഡ് ആയിട്ടാണ് വെക്കാറ്. ഇന്നെല്ലാം ചോറും കറികളും എല്ലാം സെപ്പറേറ്റ് അങ്ങ് ആക്കിയതാണ്. പിന്നെ 2 മണി കഴിഞ്ഞപ്പോൾ അനിയത്തിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.